നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികളും പോസിറ്റീവ് എനർജികളെയും കുറിച്ചാണ്. നെഗറ്റീവ് എനർജി മാറ്റി നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് വീട്ടിൽ. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ വീട്ടിനകത്തൊരു ഇരുളിച്ച, ലൈറ്റ് ഇട്ടാൽ നിന്നൊരു ഇരുളിച്ച, ഒരു സ്വസ്ഥ കുറവ്, രാത്രി ഉറക്കം കുറവ്, തമ്മിൽ കലഹങ്ങൾ, ഇങ്ങനെയുള്ള കുറേ എന്തോ പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരാൻ തോന്നുകയില്ല. അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയും, വീട്ടിൽ വന്നാൽ തന്നെ ഒരു മനസ്സിന് സ്വസ്ഥതയും, ഒരു ഉറക്കം എപ്പോഴും ഒക്കെ തൂങ്ങിയുള്ള ഉറക്കവും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിനെയൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതിന് നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വീടുകളിൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്നു. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ, മുഷിഞ്ഞ വസ്തുക്കൾ, കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരുപാടായിക്കഴിഞ്ഞാൽ വീട് വളരെ അധികം വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ളൊരവസ്ഥ വരും. വൃത്തികേടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഏറ്റവും മുഷിഞ്ഞ വസ്ത്രങ്ങൾ, നമ്മളൊന്ന് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, നിശ്ചലമായ വാച്ചുകൾ, അങ്ങനെ പഴയ ബാറ്ററികൾ, തല ചെയ്യുന്ന ചീപ്പുകൾ എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിൽ അവിടെയായിട്ട് കൂടിക്കിടക്കും. ഇതൊക്കെ തന്നെ നമ്മൾ 1, 2, 3 ദിവസം കൊണ്ട് കുറച്ചായിട്ട് ഒരു ചാക്കിൽ കെട്ടി മാറ്റി, സെലക്ട് ചെയ്ത് മാറ്റി കെട്ടിയിട്ട് ഈ മുഷിഞ്ഞ വസ്ത്രവും പാത്രവും അതൊക്കെ എല്ലാം ആക്രിയായിട്ടുള്ള എല്ലാ സാധനങ്ങളും വീടിൻ്റെ അകത്തുനിന്നുള്ളതാണ് പറയുന്നത്. അകത്തുനിന്നുള്ള കംപ്ലീറ്റ് അത് റിമൂവ് ചെയ്ത് പുറത്ത് അത് മാറ്റുക. എവിടെയെങ്കിലും കൊണ്ട് കളയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് വീട് നല്ലപോലെ വൃത്തിയാക്കുക. നമ്മൾ ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട് നല്ല കഴുകി ഒഴിച്ച് വൃത്തിയാക്കണം. എന്നിട്ട് നമ്മൾ വസ്ത്രങ്ങളെല്ലാം രാവിലെ നമ്മൾ എണീറ്റ് കുളിക്കുക. എല്ലാവരും വീട്ടിലെന്ന് വെച്ചാൽ രാവിലെ കുളിക്കുക എന്നുള്ളത് ഒരു ഐശ്വര്യമാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വിളക്ക് കത്തിക്കാനായിട്ട്, രാവിലെയും വൈകുന്നേരം വീട്ടിൽ വിളക്ക് കത്തിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ പഴയ വിളക്ക് അങ്ങനെ തേക്കാതെ എടുക്കാതെ അങ്ങനെ ക്ലാമ്പ് പിടിച്ചേക്കിരിക്കുന്ന വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ല. വീട് നമ്മളാലാവുന്ന രീതിയിൽ ആ വിളക്ക്, ചെറിയ വിളക്കായാലും വലിയ വിളക്കായാലും, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ക്ലാവൊക്കെ, അതിൻ്റെ മഷീൻ എന്ന് പറയും, ക്ലാവൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് അതിൻ്റെ തട്ട്, കിണ്ടി, സാധനങ്ങൾ എവിടെയാണോ പൂജ, ചിലപ്പോൾ ഒരു സ്റ്റൂളിലായിരിക്കും നിങ്ങൾ വെച്ചിരിക്കുന്നത്. ആ സ്റ്റൂളിൻ്റെ അടിവശങ്ങളും ബാക്കി എല്ലാവരുടെ പരിസരങ്ങളെല്ലാം നല്ല രീതിയിൽ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കണം. അത് വിളക്ക് കത്തിക്കുന്ന പറഞ്ഞാൽ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് തിരിയിടേണ്ടത്. തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് പറയുന്നത്, സന്താനങ്ങൾക്ക് അരിഷ്ടതയാണത്. അപ്പോൾ അത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് 2 വശത്തും കിഴക്കും പടിഞ്ഞാറും നമ്മൾ തിരിയിടാം. അപ്പം അത് ഇടുന്ന രീതി, കിഴക്ക് ഏറ്റവും മുൻവശത്ത് ഒരു 2 തിരിയായിട്ട് എടുത്തിട്ട് അതിൽ അറ്റം ഭാഗം നല്ല ഒരു തിരി ആക്കി നവിടിയിട്ട് തൊഴുന്ന രീതിയിൽ വരും 2 വശത്തും. എന്നിട്ട് അതേപോലെ തന്നെ ബാക്കിലും ഇട്ടിട്ട് അത് വിളക്ക് കത്തിക്കാനായിട്ട് നോക്കണം. നല്ല മണമുള്ള ഒരു തിരിയെങ്കിലും വാങ്ങിച്ച് നല്ല രീതിയിൽ കത്തിക്കണം. എന്നിട്ട് വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോൾ, ആഴ്ചയിൽ ഒരിക്കലും മതി, കുന്തിരിക്കപ്പൊടിയൊക്കെ വീട്ടിലിടുക. നാമങ്ങൾ പറയാം. വീട്ടിൽ രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് വീട്ടിലെ നാമങ്ങൾ പറയാം. നമുക്കറിയാവുന്ന നാമങ്ങൾ, ഒരു 4 പേരും ഒരു ദിവസം ദേവിയാണെങ്കിൽ, ഒരു ദിവസം ശിവന്റെ, ഒരു ദിവസം വിഷ്ണുവിൻ്റെ, ഒരു ദിവസം മുരുകൻ്റെ, ഇങ്ങനെയൊക്കെ മാറിയുള്ള 4 വരി നാമങ്ങൾ പറയുന്നത് വളരെയധികം വീട്ടിന് നല്ലതാണ്. അതിൽ അറിയാവുന്നവർ, വായിക്കാനെടുക്കൊക്കെ നല്ലപോലെ അറിയുന്നവരുണ്ടെങ്കിൽ, പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ലളിത സഹസ്രനാമം വീട്ടിൽ വായിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ അത് വീട്ടിൽ ലളിത സഹസ്രനാമം വായിക്കുക. സൗകര്യം കിട്ടുന്ന രീതിയിൽ ഇടയ്ക്ക് മുറിയാതെ, ഇടയ്ക്ക് എണീറ്റ് പോവാതെ ഒരേ ഇതിൽ തന്നെ വളരെ ഭക്തിയോടുകൂടി സകലം പൂവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പരിസരത്തുള്ള പൂവെങ്കിലും പറിച്ച് വെച്ചിട്ട് അമ്മയെ നല്ലപോലെ തൊഴുത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലാം.
അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചയിലൊന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി വന്ന് കയറിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ച് മാറും. അതേപോലെ തന്നെ വീട്ടിൽ ഐക്യം വേണം. ഐ എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയാണ്. ഐം ക്ലീം ശ്രീം ക്ലീം എന്നൊക്കെ പറയുന്ന മഹാലക്ഷ്മിയുടെ ആയിട്ടുള്ള മന്ത്രങ്ങളാണ്. ഐ എന്ന് പറയുന്നത് ഐശ്വര്യം. ഐക്യം ഉള്ളിടത്താണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. ഐക്യവും ഐശ്വര്യമുള്ള സ്ഥലത്ത് മഹാലക്ഷ്മിയുടെ വാസങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ അത് മൂദേവിയുടെ ആയിട്ടുള്ള ഒരു സാന്നിധ്യമായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും ഒരു മനസ്സോടുകൂടി എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഉള്ളത് വെച്ച് ആളെല്ലാവരും ചിരിച്ച് കളിച്ച് നല്ല ഇതായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പരിസരത്തുള്ളവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക, നല്ല രീതിയിൽ അവരോട് സഹകരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ പോവാതിരിക്കരുത്. വീട്ടിൽ തന്നെ ദൈവം ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് പോസ്റ്റ് ലൈറ്റ് ഉണ്ട്, ട്രാൻസ്ഫോമറിൽ ഇത് സപ്ലൈ ഉണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള പോസ്റ്റിനകത്തൊക്കെ ഇത് വരത്തുള്ളൂ. അപ്പം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതിൻ്റെ അത്രയുള്ള ഒരു മഹിമ ചിലപ്പോൾ വീട്ടിൽ വെച്ച് നമുക്ക് കിട്ടുന്നില്ല. ക്ഷേത്രത്താകുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എനർജിയൊക്കെ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്ന് നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാ രീതിയിലും നമുക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ വീട്ടിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കാനായിട്ട് മറ്റൊരു വഴിയും തിരക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ ആ വീട് നല്ല ശുദ്ധമാക്കുക, നല്ല വസ്ത്രങ്ങൾ ഉള്ള വസ്ത്രം കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ ഇടുക. എന്തെങ്കിലും മീമാംസാദികൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗന്ധം വീട്ടിൽ വന്ന് കയറുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടാതിരിക്കുന്ന രീതിയിൽ അത് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കുക. നല്ല ഡെറ്റോളോ അത് ഇതൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഇരിക്കണം. എങ്കിലേ അതിനായിട്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ ചെന്ന് വരുന്നവർക്ക് ചിലപ്പോൾ കല്യാണം വിളിക്കാനായിട്ടോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ വന്ന് കയറുന്നവർക്ക് പെട്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മളാ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും അത് അറിയാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു മീനിൻ്റെ സ്മെല്ലോ മറ്റു കാര്യങ്ങളോ എന്തൊക്കെ നമ്മൾ വീട്ടിനകത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒരുപാട് കൂടി കിടക്കുന്ന സമയത്ത് ഇതിനൊക്കെയുള്ള ഒരു സ്മെല്ല് വരും. നമുക്ക് ദിവസവും ആ വീട്ടിൽ ഇരിക്കുന്ന നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് അത് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പുറത്താക്കുക, നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവും, അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ മാറി നമുക്ക് രോഗ അരിഷ്ടത ഒന്നും വരാതെ നമ്മളെ കാത്തു രക്ഷിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവങ്ങൾ നമുക്കുണ്ടാവും. മനസ്സിന് സന്തോഷം ഉണ്ടാവും. നമ്മുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ അകന്നു പോകുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.